Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. അപ്പോൾ നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ ഡിസ്കസ് ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിലല്ലേ എടുത്തത്, മറന്നുപോയോ? അയച്ചു നോക്കിയില്ല. അപ്പൊ അതുവരെ നമ്മള് കണ്ടു അല്ലെ, സ്പില്ലേജ് വേസ്റ്റുകൾ എത്ര തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു? ആരെങ്കിലൊക്കെ ഒന്നും പറയാമോ? 7ാമത്തെ നമ്മള് പറഞ്ഞത്. ഫസ്റ്റ് തുടങ്ങി എത്രണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ് പഠിച്ചു പോയാന്ന് അറിയാനായിരുന്നു. 7 ഉണ്ട്. ഫസ്റ്റ് വൺ ജയിച്ചാലും മതി. ലീക്കേജ് വേസ്റ്റ്. ഏതൊക്കെ ലീക്കേജ് വേസ്റ്റ് ആണ്? ഫസ്റ്റ് ലീക്കേജ് വേസ്റ്റ്, സ്പില്ലേജ് ഓർ ലീക്കേജ് വേസ്റ്റ് എന്താണ്? എത്ര തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റ് നമ്മളെ കുറിച്ച് പഠിച്ചു? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. വേറെ പിന്നെ അറിയാവുന്നവരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യേ. നമ്മളെ 6 പഠിച്ചു. എന്തെങ്കിലും ഐഡിയ? ഓക്കെ, മെർക്കുറി ഉണ്ട്. പിന്നെ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ഉണ്ട്. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വരുന്നു റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്. പിന്നെ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത്? ലബോറട്ടറി സ്പില്ലേജ് വേസ്റ്റ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, എല്ലാനായില്ലേ? 7 ആയില്ലേ? ഓക്കെ, അപ്പൊ അത്രയും സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവരും ഓർമ്മയിലുണ്ട് അല്ലെ? നമ്മൾ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ട്. ഓക്കെ അല്ലേ? എല്ലാ സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി. നമുക്കറിയാം ചില പോയിന്റ്സുകൾ അല്ലെ, സ്റ്റെപ്പുകളൊക്കെ. ഓക്കെ, എത്ര സ്പില്ലേജ്, എത്ര ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ ഇത് സ്പില്ലേജ് വേസ്റ്റിൽ പെടാവുന്നത്, ഹോസ്പിറ്റൽ സ്പില്ലേജ് വേസ്റ്റിൽ പെടാവുന്നത് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം സ്പില്ലേജ് വേസ്റ്റിൽ പെടാവുന്ന ഐറ്റംസ് ആണ് അല്ലെ. അപ്പൊ അത്തരം കാര്യമൊക്കെ ഓർത്ത് വെക്കുക. ചിലപ്പോൾ അതൊക്കെ കാണാറുണ്ട്. ഓക്കെ, മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി പോകുന്നുണ്ട്. ഞാൻ അതിന്റെ ആ ഒരു സൊല്യൂഷൻസ് എല്ലാത്തിലും പറയുന്ന സൊല്യൂഷൻ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അത് മിക്കപ്പോഴും അല്ലെ മാറി മാറി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ടേംസ്, ആ ഒരു കറക്റ്റ് നെയിം ഓർത്ത് വെക്കുക. അതേമാതിരി തന്നെ ഓക്കെ, വേസ്റ്റ് ബാഗ് അല്ലെ, നമ്മള് വേസ്റ്റ് ബിൻ ഏതാണെന്നുള്ളത് ഓരോ സ്പില്ലേജ് വേസ്റ്റും ഇടുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് ഈ സ്പില്ലേജ് വേസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നമുക്കറിയാം. ട്രെയിൻഡ് സ്റ്റാഫ് അവിടെ ഉണ്ടാവണം എന്നൊക്കെ ആദ്യമായിട്ട് സ്റ്റെപ്സിലേക്ക് നമ്മൾ നിർദ്ദേശിച്ചതാണ് അല്ലെ, പഠിച്ചതാണ്. അപ്പൊ അതിന്റെയൊക്കെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ഒക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കാം. some important aspects of training and education for spillage waste management in a hospital. പൊതുവെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്തതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് കൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അതായത് നമ്മൾ കണ്ടിരുന്ന ഒരു 7 തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പൊ ആദ്യത്തേത് ഇത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് അല്ലെ, തിരിച്ചറിയണം. Proper training should be given to the health workers
to identify various types of spillage waste and the related risk and dangerous. അതായത് നമുക്കറിയാം എന്താണ് ഒരു കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക് കൂടുതലാണോ കുറവാണോ? ഒരു കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റില് റിസ്ക് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ് അല്ലെ. ഒരു ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. കാരണം എത്രയും പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അല്ലെ. വലിയ കുറച്ചുകൂടി മേജർ ആണെങ്കിൽ ഭയങ്കര വലിയ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് അവിടെയുള്ള സ്റ്റാഫിന് മസ്റ്റായിട്ട് കൈകാര്യം ചെയ്ത് കൊടുത്തിരിക്കണം. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ടു ഐഡന്റിഫൈ various types of spillage waste and the related risk and danger. അപ്പൊ ഏത് തരത്തിലുള്ള ടൈപ്പാണ് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അല്ലെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അല്ലെ. അതും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. ഇൻ കേസ് കെമിക്കൽ സ്പില്ലേജ് ആണെങ്കിൽ ഇതിന് ഡേഞ്ചറസ് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. അതായത് നമ്മളുടെ ഇത് അല്ലെ എങ്ങനെയാണ് ഈ ഒരു സ്പില്ലേജ് സംഭവിച്ചത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വേസ്റ്റുകളൊക്കെ എവിടെയാണ് സംസ്കരിക്കേണ്ടത് എങ്ങനെയാണ് സംസ്കരിക്കേണ്ടതൊക്കെ അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു. നല്ല കൃത്യമായിട്ടുള്ള വേസ്റ്റ് ബിന്നിലൊക്കെ നിക്ഷേപിക്കണം അല്ലെ. അതിനും മതിയായ ട്രെയിനിങ് അവർക്ക് കൊടുത്തിരിക്കണം. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. This consists of the use of a personal protective equipment, containment of the spill and a proper disposal of the waste. അതായത് നമ്മൾ മിക്കപ്പോഴും ഏതൊരു വേസ്റ്റ് സ്പില്ലേജ് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ ഹെൽത്ത് വർക്കേഴ്സിനെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ടാണ് അവര് ആ സ്പില്ലേജ് വേസ്റ്റ് ആയിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത് അല്ലെ. മുൻകൂട്ടി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ടല്ലേ പോകാറ് ആണോ? അതെ അല്ലെ. അപ്പൊ നമ്മൾ എല്ലാത്തിലും പറയാറുണ്ട് അതിനാവശ്യമായിട്ടുള്ള മാസ്ക് ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം അല്ലെ. റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കാനുള്ളത്. അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് ധരിക്കണം ഓക്കെ. അപ്പൊ എന്താണ് അത് മാത്രമല്ല നമ്മൾ പറഞ്ഞു എന്താണ് ഡിസ്പോസൽ അല്ലെ. നമ്മള് കൃത്യമായിട്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ബിന്നുകളിലൊക്കെ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള ബിന്നുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്? ബയോഹസാർഡ് വേസ്റ്റ് ബിന്ന് പരിചയപ്പെട്ടു. പിന്നെ ഒന്നുമില്ല. ജൈവമാലിന്യങ്ങളുടെ വേസ്റ്റ് ബിൻ മാത്രമാണ് പഠിപ്പിച്ചപ്പോ പറഞ്ഞു പോയുള്ളൂ. അപകടകരമായിട്ടുള്ള വേസ്റ്റ് ബിന്നിനെ കുറിച്ച് പഠിപ്പിച്ചില്ലേ? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബിന്നിനെ കുറിച്ച് പഠിപ്പിച്ചു അല്ലെ. ഓക്കെ ലേബിൾഡ് ഓക്കെ അത് നാമനിർദ്ദേശം ചെയ്തത്. ഡേഞ്ചറസ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. ഹസാർഡ് വേസ്റ്റിന് ലേബിൾ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ അല്ലെ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ അപ്പൊ നമ്മള് മനസ്സിലാക്കി എന്താണ് വ്യത്യസ്ത മെറ്റീരിയൽസ് എല്ലാം വ്യത്യസ്ത വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത് അല്ലെ. അത്തരത്തിലുള്ള സംസ്കരണ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചില ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഹസാർഡ് വേസ്റ്റ് ബിൻ അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റിന് കൃത്യമായിട്ട് തന്നെ ലേബിൾ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റെസ്പോൺസ് പ്ലാൻ. അപ്പൊ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ റിസ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. സെക്കൻഡ് വൺ പറഞ്ഞത് ഹാൻഡ്ലിങ് അല്ലെ. അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കണം. അത് ഏതൊക്കെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം എന്നുള്ള കൃത്യമായ അറിവുണ്ടായിരിക്കണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റെസ്പോൺസ് പ്ലാൻ. എന്താണ് റെസ്പോൺസ് പ്ലാൻ? ഹോസ്പിറ്റലില് മസ്റ്റ് മെയിൻറ്റെയിൻ എ റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ് ഫോർ വില്ലേജ് ഇൻസിഡൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ ഫസ്റ്റിലെ സ്റ്റാർട്ടിംഗിൽ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ വില്ലേജ് ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ റെസ്പോൺസ് പ്ലാന് എത്രയും പെട്ടെന്ന് രൂപം എടുക്കേണ്ടതുണ്ട്. Health care workers should be given training in the steps of the response plan. That includes who conduct, how to contain the spill, and how to clear and discard the waste. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ വിളിക്കണം അല്ലെ, ആരെയാണ് നമ്മൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തേണ്ടത്, ആരെ കോണ്ടാക്ട് ചെയ്യണം, ആരെയൊക്കെ അറിയിക്കണം, അതെങ്ങനെയാണ് അതിനെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ആ വേസ്റ്റുകളൊക്കെ എവിടെ ഡിസ്കാർഡ് ചെയ്യണം,
അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് തന്നെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. നമുക്കറിയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ ആക്റ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലെ. വില്ലേജ് വേസ്റ്റ് സംഭവിച്ചിരിക്കുന്ന ആ മൊമെന്റിൽ തന്നെ പെട്ടെന്ന് ആക്റ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് റെസ്പോൺസ് പ്ലാൻ അവിടെ രൂപീകരിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും ഹെൽപ്പ് ആവശ്യമാണ്. അപ്പൊ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കണം. ആരോഗ്യ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട്. ആ സഹായങ്ങൾ നമുക്കറിയാം ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെയൊക്കെ സഹായം അവിടെ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്ത പോയിന്റ്. കമ്മ്യൂണിക്കേഷൻ ഈസ് നെസസറി ഫോർ സക്സസ്ഫുൾ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. Proper training should be given to help the workers to communicate effectively with each other and with the other departments like environmental services to make sure that this village waste is properly handled and discarded. അതായത് നമുക്കറിയാം ഇത് കൃത്യമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. നമുക്കറിയാം ഇതൊരു വില്ലേജ് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലിലെ തന്നെ വർക്കേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്, പിന്നെ എന്തിനെ കൊണ്ട് എഫക്ട് ചെയ്യും, എന്തിനെ കൊണ്ട് ബാധിക്കും ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയേക്കത്താണ്. എൻവയറൺമെന്റിനെയും കൂടിയും അല്ലെ ബാധിക്കും, പ്രകൃതിയെ കൂടി ബാധിക്കാവുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിയമ നടപടികളൊക്കെ എടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചിലതൊക്കെ അറിയിക്കേണ്ടവരൊക്കെ കൃത്യമായിട്ട് തന്നെ അറിയിക്കണം അല്ലെ. അപ്പൊ അവിടെ കൃത്യമായിട്ട് പറയുകയാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് നെസസറി ഫോർ സക്സസ്ഫുൾ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നല്ല വിജയകരമായിട്ടുള്ള വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നടത്തണമെങ്കിൽ മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആശയവിനിമയം നടത്തുക എന്നുള്ളത് അല്ലെ. നല്ല രീതിയിലുള്ള ആശയവിനിമയം അവിടെ ആവശ്യമാണ്. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ഹെൽപ്പ് ദ വർക്കേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി അല്ലെ. അത് കാര്യക്ഷമമായിട്ട് നടത്തണമെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, വിവിധ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ വിവിധ വ്യക്തികളായിട്ട് കോൺടാക്ട് ചെയ്യണം. അത് മാത്രമല്ല വിവിധ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം എൻവയറൺമെന്റൽ സർവീസ് അല്ലെ, അത് പ്രകൃതി സംരക്ഷണ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഭയങ്കര നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് തന്നെ അവിടെയൊക്കെ ബന്ധപ്പെടണം. ടു മേക്ക് ഷുവർ ദാറ്റ് വില്ലേജ് വേസ്റ്റ് ഈസ് പ്രോപ്പർലി ഹാൻഡിൽഡ് ആൻഡ് ഡിസ്കാർഡ്. അതായത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം നമ്മൾ നല്ല രീതിയിലാണ് എന്താണ് ഈ വേസ്റ്റിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പായി എടുക്കേണ്ട സ്റ്റെപ്പുകളൊക്കെ എടുത്ത് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ച് നല്ല രീതിയിൽ തന്നെയാണ് വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലെ. സംസ്കരണ രീതികളെല്ലാം ചില നിയമങ്ങൾക്ക് വിധേയമായിട്ടൊക്കെ തന്നെയാണ് നടത്തിയെന്ന് ഉറപ്പുവരുത്തണം. നമുക്കറിയാം ഇങ്ങനെയെല്ലാം ചെയ്യണമെങ്കിൽ അവിടെ മോസ്റ്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു ഘടകം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവിടെ പ്രധാനമായിട്ട് വേണ്ടിയിരിക്കുന്ന ഘടകം എന്താണ്, കമ്മ്യൂണിക്കേഷനും ട്രെയിനിങ്ങും അല്ലെ. നല്ല ട്രെയിനിങ് വേണം. അപ്പൊ തന്നെ നല്ല ആശയവിനിമയം നടത്താൻ പറ്റണം അല്ലെ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ടും അല്ലെ. അവിടെ ഫസ്റ്റ് ആയിട്ട് നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചാലും അവര് കൃത്യമായിട്ട് തന്നെ വന്ന് കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥമാണ് അല്ലെ. ചിലപ്പോൾ നമുക്ക് ലോക്കൽ അതോറിറ്റിയുടെ ഫെഡറൽ അതോറിറ്റി അല്ലെ ഇതിന്റെയൊക്കെ പെർമിഷൻ വേണമെന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ നല്ലൊരു ആശയവിനിമയം അവിടെ മസ്റ്റ് ആയിട്ടും വേണ്ടതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് കീപ്പിംഗ്. നോക്കാം, ഇതും നമ്മൾ കണ്ടേക്കുന്നതാണ് അല്ലെ. എല്ലാ വില്ലേജ് വേസ്റ്റിന്റെയും ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കണ്ടേക്കുന്ന ഒരു പോയിന്റ് എന്താണ്, റിപ്പോർട്ട് തയ്യാറാക്കല് അല്ലെ. ഉണ്ടോ എല്ലാ വില്ലേജ് വേസ്റ്റിലും? ഓക്കെ, റിപ്പോർട്ട്. യെസ്. അപ്പൊ അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് മസ്റ്റ് ആണ്. കാരണം എന്തുകൊണ്ട് അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് പറയുന്നത്, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് അല്ലെ. നമുക്കൊരു തെളിവ് ആയിട്ടുള്ള രീതിയിൽ ഇൻ കേസ് എന്തെങ്കിലും നിയമ നടപടികളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു തെളിവിന് ഒരു എവിഡൻസ് ആവശ്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ വില്ലേജിനെ കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രൂഫാണ്. റെക്കോർഡ് കീപ്പിംഗ്, ഇനഫ് ട്രെയിനിങ് ഗിവൻ ടു ഹെൽത്ത് വർക്കേഴ്സ് ഇൻ റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ഫോർ വില്ലേജ് വേസ്റ്റ്. മതിയായ ട്രെയിനിങ് എന്താണ് റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയർ നടപടിക്രമങ്ങളുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് അവിടെ കൊടുത്തിരിക്കണം. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡോക്യുമെന്റേഷൻ ഓഫ് ദ സ്പില്ല്, the kind of waste, the handling and disposal procedures used, and any follow-up actions taken. അതായത് ഇതിൽ നമുക്ക് അറിയാം അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് അതിന്റെ വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലൊക്കെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്.
അതല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ അല്ലെ, ഇതിന്റെ ആ ഒരു കളക്ട് ചെയ്തിരിക്കുന്ന ഈ വേസ്റ്റുകളെല്ലാം തന്നെ നശിപ്പിച്ച് അല്ലെ നമ്മുടെ സംസ്കരണ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് കൃത്യമായിട്ട് ലോക്കലിന്റെയും അതേമാതിരി തന്നെ ഫെഡറലിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒക്കെ എന്തെങ്കിലും നിയമ നടപടികൾ പാലിക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്നെല്ലാം തന്നെ എന്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം? റിപ്പോർട്ട് കീപ്പിങ്ങിന് അല്ലെ ഉൾക്കൊണ്ടിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് ആ റിപ്പോർട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് ആ റെക്കോർഡ് നമുക്ക് ഒരു പ്രൂഫായിട്ട് അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ടൊക്കെ മുന്നിൽ വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് മതിയായ രീതിയിൽ കൊടുത്തിരിക്കണം എന്നുള്ളത്. ദെൻ ഓൺ ഗോയിങ് എഡ്യൂക്കേഷൻ, ഇതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓൺ ഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. അതായത് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് organized to reflect changes in procedures, regulations and best practices. അതായത് നമുക്കറിയാം ഇപ്പോ അല്ലെ ഒരു സംസ്കരണ രീതി തന്നെ നമുക്കറിയാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് നമ്മൾ എന്താണ് തുടക്കൽ ക്ലീനിങ് പർപ്പസ് തന്നെ നമുക്കറിയാം ഇച്ചിരി മോഡറൈസ്ഡ് ആയി അല്ലെ. പണ്ടത്തെ മാതിരി തുണി ഉപയോഗിച്ച് തുടച്ച് ക്ലീൻ ചെയ്യുന്നതൊന്നല്ല ഇപ്പൊ മോപ്പിന്റെ ഒക്കെ കുറെ ഉപയോഗമായി. അതിനേക്കാൾ ഉപരി മെഷീന്റെയും കൂടി അല്ലെ യൂസേജുകൾ കൂടിയിട്ടൊക്കെ തന്നെയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആണോ? അങ്ങനെയില്ലേ? ഓക്കെ. അപ്പൊ നമുക്കറിയാം അതിന്റെ ആ ഒരു ചേഞ്ചസുകൾ നമ്മൾ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യണം അല്ലെ. ഇത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. അത് മാത്രമല്ല ഇൻ കേസ് നമ്മളെ നിയമ നടപടികളൊക്കെ പുതുക്കിയ നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അല്ലെ. എൻവയോൺമെന്റിന്റേതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ലോക്കൽ ആണെങ്കിലും ഫെഡറൽ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഭേദഗതിയിൽ വരും. അപ്പൊ അതെല്ലാം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ ഒരു സംസ്കരണ രീതികളെല്ലാം നല്ല പ്രോപ്പറായിട്ട് അല്ലെ നല്ല ഇപ്പോഴത്തെ അപ്ഗ്രേഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ നിർവഹിച്ചു പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ലഭ്യമാക്കണം അല്ലെ. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി കണ്ടിന്യൂസ് അല്ലെ. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. കാരണം ഒരിക്കലും അത് എൻഡിങ് അല്ല. കാരണം ഇപ്പൊ പുതിയ പുതിയ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് ക്യാച്ച് ചെയ്യണം. എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടെങ്കിലും ആ ഭേദഗതികളൊക്കെ മനസ്സിലാക്കി പോകേണ്ടതാണ്. And modernized to reflect the changes in procedures, regulations and best practices. നിയമ നടപടികളോ എന്തെങ്കിലും അല്ലെ നടപടിക്രമങ്ങളിലൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ ബെസ്റ്റ് പ്രാക്ടീസസ് അത് മാത്രമല്ല എല്ലാത്തിന്റെയും നല്ല പ്രാക്ടീസസുകളും ലഭ്യമാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പുതിയ ടെക്നിക്സുകൾ എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതും ക്യാച്ച് ചെയ്തിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. Then last paragraph നോക്കാം. Effective training and education for spillage waste management will minimize the risks and hazards related with the spillage waste in hospitals and make sure the safety of healthcare workers, patients and the environment. അതായത് നല്ല ട്രെയിനിങ് കിട്ടുന്ന അല്ലെ നല്ല രീതിയിലുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അല്ലെ സ്പില്ലേജ് വേസ്റ്റിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ അത് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ എന്താ എഫക്റ്റീവ് ആയിട്ട് വരിക? മിനിമൈസ് ദ റിസ്ക് ആൻഡ് ഹസാർഡ്സ് റിലേറ്റഡ് അല്ലെ. അവിടെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചുകൊണ്ട് ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപകടകരമായിട്ടുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കി കുറച്ച് അല്ലെ ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് അതിന്റെ റിയാക്ഷൻ എന്താണ് സംഭവിക്കുന്നത്? അതായത് നല്ല രീതിയിൽ കൺട്രോളബിൾ ആണ് എങ്കിൽ അവിടെയുള്ള പേഷ്യൻസിനും അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ അല്ലെ അവർക്ക് ഹെൽത്ത് ഡിസീസസ് ഒന്നും അധികം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ എൻവയോൺമെന്റിന്റെയും കൂടി അല്ലെ പ്രകൃതിക്കും ദോഷകരമല്ലാത്ത രീതിയിൽ തന്നെ ഹോസ്പിറ്റലിൽ മൂവ് ചെയ്തു പോകാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെയാണോ? ക്ലിയർ ആണോ? അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് എഫക്റ്റീവ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ ഒക്കെ ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലെ അത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പേഷ്യൻസ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, ആ ഒരു പോയിന്റൊക്കെ ഇത് ചെയ്യാം. അതേ മാത്രമല്ല എന്താണ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് മോഡറൈസ്ഡ് അല്ലെ. അതൊരു കണ്ടിന്യൂസ് ആയ മാത്രമല്ല മോഡറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് കൂടിയാണ്. ാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
എന്തൊക്കെ ഇതുകൾ ഇൻക്ലൂഡ് ഒരു റെയർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതായത് ഹെൽത്ത് വർക്കേഴ്സ് ഷുഡ് ബി ഗിവൻ ട്രെയിനിങ് ഇൻ ദ സ്റ്റെപ്സ് ഓഫ് റെസ്പോൺസ് പ്ലാനിങ്. ദാറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ ക്വസ്റ്റ്യനുകൾ അല്ലെ, കുറ്റു എന്തൊക്കെയാണ് റെസ്പോൺസ് പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കുറ്റു കോണ്ടാക്ട്, ആരെ കോണ്ടാക്ട് ചെയ്യണം, എങ്ങനെ അത് തടയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെയാ അത് വേസ്റ്റുകളൊക്കെ എവിടെ നിക്ഷേപിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിരിക്കണം. ആ റെസ്പോൺസ് പ്ലാനിൽ അതിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങളാണ്. ടെസ്റ്റ് വായിച്ച് നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്താണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് നിയന്ത്രണ വിധേയത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കേണ്ടത്, അതിന്റെ ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പാലിക്കേണ്ട അല്ലെങ്കിൽ എന്തിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ വിധേയമായും പോകേണ്ടത് എന്നുള്ള കാര്യമാണ്. Spillage waste management in a hospital is based on a regulatory framework which aims ensuring in compliance with the environmental and public health directives. അതായത് നമുക്കറിയാം എന്തെങ്കിലും നിയമങ്ങൾ പാലിക്കണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ഇങ്ങനെ ലോക്കൽ ഇതിന്റെയൊക്കെ നിയമ നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് അവർ വെറുതെ പറയുന്നതാണോ? സേഫ്റ്റിക്ക്, ഓക്കെ, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ. അവിടെ സുരക്ഷ, അവിടെയുള്ള പ്രകൃതിയുടെ സുരക്ഷ, അതേമാതിരി തന്നെ അവിടെയുള്ള വർക്കേഴ്സിന്റെ സുരക്ഷ, ഒപ്പം തന്നെ എന്താണ് പേഷ്യൻസിന്റെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്താണ് ഇത്തരത്തിലുള്ള നിയമ നടപടികളൊക്കെ പാലിച്ചു പോകണമെന്ന് എടുത്തു പറയുന്നത് അല്ലെ. അവിടെ പറയുന്നുണ്ട് എൻവയോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഡയറക്ടീവ്സ്, അത് ഡയറക്ഷൻസ്, അവര് പറയുന്ന ഡയറക്ഷൻസിലൂടെ തന്നെ ആയിരിക്കണം ഈ ഒരു സ്പില്ലേജ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകേണ്ടത്. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇസ് ഹോസ്പിറ്റൽ ഇസ് ബേസ്ഡ് ഓൺ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിച്ച് എയിംസ് എൻഷുറിംഗ് ദ കംപ്ലൈൻസ് വിത്ത് എൻവയോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഡയറക്ടീവ്സ്. അവരുടെ ആ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ നിയമ നടപടിക്രമങ്ങളിൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഹോസ്പിറ്റലിന്റെ സ്പില്ലേജ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട്. Here are some important features aspect of a regulatory framework and compliance of spillage waste management. നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിയമ നടപടികൾ പാലിക്കണമെന്ന് പറയുന്നത് എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഇത്തരത്തിലുള്ള ആ ഒരു നിയമ നടപടിക്രമങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. നമ്മളെപ്പോഴും സ്പില്ലേജ് വേസ്റ്റ് പഠിക്കുമ്പോഴും പറയാറുണ്ട് അല്ലെ, കണ്ടെയ്നർ സ്പില്ലും അതൊക്കെ കഴിഞ്ഞ് തന്നെ നെക്സ്റ്റ് പറയാറുണ്ട് ഈ സ്പില്ലേജ് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ഡിസ്കാർഡ് ചെയ്യണം. അതേമാതിരി തന്നെ എന്തെങ്കിലും നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രമാണ് ഇതിന്റെ സംസ്കരണ പരിപാടികളൊക്കെ നിർവഹിക്കാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു പോയിന്റ് നോക്കാം. ഹോസ്പിറ്റൽസ് ആർ സബ്ജക്ട് ടു federal and state regulations governing the management and disposal of a dangerous waste that include spillage waste. അപ്പൊ നമുക്കറിയാം അപകടകരമായിട്ടുള്ള എല്ലാ വേസ്റ്റുകളും ഇവരുടെ നിയമ നടപടികൾക്ക് കീഴിൽ പാലിച്ചു പോകേണ്ടതാണ്. അപ്പൊ അതിൽ പെട്ടത് തന്നെയാണ് എന്ത്, നമ്മുടെ ഹോസ്പിറ്റലിലെ എന്ത് വേസ്റ്റും സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ആക്ടിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതൊരു നിയമമാണ്. ആ നിയമത്തിന്റെ അടിയിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അങ്ങനെയല്ലേ ആക്ട് നമ്മൾ നടപ്പിലാക്കണം എന്ന് പറയുന്നത് അല്ലേ.
ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ആക്ട് പറഞ്ഞേക്കാണ്, എന്താണ്? റിസോഴ്സസ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ടില് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള, നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ഈ അബ്രിവേഷൻ എന്തായാലും പഠിച്ചു വെച്ചോളൂ. RCRA എക്സ്പാൻഡഡ് ഫോം, കാരണം അത് എപ്പോഴും ഒരു ഇതാണ് അല്ലെ, ക്വസ്റ്റ്യൻസ് അബ്രിവേഷൻസ് ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് 1-2 അബ്രിവേഷൻ എങ്കിലും വരാറുണ്ട്. അതുകൊണ്ട് അബ്രിവേഷൻ ഒരിക്കലും വിടരുത്, എക്സ്പാൻഡഡ് ഫോം എന്തായാലും ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ചു പോകാം. എന്താണ് RCRA? RCRA എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉപേക്ഷിപ്പിക്കപ്പെടുന്ന വസ്തുക്കളാണല്ലോ, അത് അതിന്റെ ആ ഒരു വിഭവങ്ങൾ വീണ്ടെടുക്കുക. ആവശ്യമില്ലാത്തൊക്കെ നമ്മള് വേസ്റ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുകയും വേണം, ആവശ്യമുള്ളതിനെ റീസൈക്കിൾ ചെയ്ത് വീണ്ടെടുക്കുകയും ചെയ്യാം. പക്ഷെ അത് എന്താണ് എന്നുള്ളത് അല്ലെ, അത് ആക്ടിന്റെ കീഴിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, അത് എങ്ങനെ ചെയ്ത് നശിപ്പിക്കണമെന്നും റീസൈക്കിൾ ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കുറെ നിയമാവലികളൊക്കെ ഉണ്ട്. അതെല്ലാം വരുന്നത് RCRA അണ്ടറിലാണ്. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയോ? റിസോഴ്സ് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആണ്. ആക്ടിന്റെ കീഴിലാണ് നമ്മളിങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റുകളൊക്കെ, അതിൽ മൂല്യമുള്ള സാധനങ്ങളൊക്കെ വീണ്ടെടുക്കാനുള്ളതും ഉപേക്ഷിക്കാനുള്ള നിയമ നടപടി ക്രമങ്ങളൊക്കെ ആക്ടിന്റെ കീഴിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് റിസോഴ്സ് എന്താണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. അതിന്റെ ഓക്യുപേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ നമ്മൾ അടുത്തതായിട്ട് എടുത്ത് പറയുന്നത്, നമുക്ക് അതില് ആ പോയിന്റിൽ തന്നെ അറിയാം, എന്താണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ആരോഗ്യത്തിനെ സംബന്ധിച്ച കാര്യമാണ്. ഓക്യുപേഷണൽ ആൻഡ് സേഫ്റ്റി ഓക്യുപേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അതായത് അവിടെയുള്ള പ്രൊഫഷനുമായി ബന്ധപ്പെട്ട വർക്കേഴ്സിന്റെ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന്റെ ഒരു ബ്രാക്കറ്റിലുള്ള ഒരു പോയിന്റ് ഉണ്ട്, ബ്ലഡ് ബോൺ പാത്തജൻസ് സ്റ്റാൻഡേർഡ്സ്. അതായത് അതിന്റെ അണ്ടറിൽ നമുക്കറിയാം, ഇങ്ങനെ രക്തത്തിലൂടെ പകരാവുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് മുൻകരുതലായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ള നിയമങ്ങളൊക്കെയാണ് അതിന്റെ ആ ആക്ടിന്റെ കീഴിൽ വരുന്നത്. ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ എല്ലാത്തിലും പറഞ്ഞു അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞിരുന്നു. ചില ഹോസ്പിറ്റലുകാരൊക്കെ അത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന്റെ അണ്ടറിൽ വരേണ്ടതായിട്ട് വരും. ഉണ്ടാവില്ലേ? നിങ്ങൾ വരില്ലേ? കാരണം അവിടെയുള്ള ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് അവകാശപ്പെട്ടതാണ് അവരുടെ ഹെൽത്ത് കാത്തു സൂക്ഷിക്കാനുള്ളത് അല്ലെ. അപ്പൊ അതിന് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ആക്ട് ആണ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, OSHA അബ്രിവേഷൻ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പോയിന്റ് നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻ, അതായത് EPA, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. അതായത് ഇതിന്റെ അണ്ടറിൽ ഈ ഗൈഡ് ലൈൻ, ഈ മാനദണ്ഡങ്ങളുടെ അണ്ടറിലാണ് ഈ പറഞ്ഞ RCRA ഒക്കെ ആക്ടുകൾ വരുന്നത്. അതായത് ഒരു മാനദണ്ഡമാണ്, അതായത് പ്രൊട്ടക്ഷൻ ഏജൻസി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡത്തിന്റെ കീഴിലാണ് കുറെ ആക്ടുകൾ വരുന്നത്. ഈ RCRA എന്നൊക്കെ പറഞ്ഞ ആക്ടുകളൊക്കെ ഈ മാനദണ്ഡത്തിന്റെ കീഴിലാണ് വരുന്നത്. അതായത് പ്രൊട്ടക്ഷൻ കിട്ടുക അല്ലെ, നമ്മൾ തന്നെ പറഞ്ഞു, എല്ലാവർക്കും സുരക്ഷ കിട്ടുക. അത് പ്രകൃതിക്കാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും അവിടെയുള്ള വർക്കേഴ്സിനാണെങ്കിലും സുരക്ഷ കിട്ടുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങളെല്ലാം ഈ ഗൈഡ് ലൈനിന്റെ അണ്ടറിലാണ് വരുന്നത്. The EPA provides instructions for the management and disposal of dangerous waste, including village waste. അതായത് അവര് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് എങ്ങനെയൊക്കെയാണ് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്, എന്താണ് വില്ലേജ് വേസ്റ്റുകൾ അല്ലെ. വില്ലേജ് വേസ്റ്റും അതിൽ പെട്ടത് കൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് പോകേണ്ടത്. Hospitals must abide by these guidelines to keep away from fines and the penalties. In case നമുക്കറിയാം അവര് നിയമങ്ങൾ പാലിച്ചു പോകേണ്ടതാണ് അല്ലെ. അബൈഡ് എന്ന് പറയുമ്പോൾ പാലിക്കണം, നിയമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ ആ ഗൈഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ മൂവ് ചെയ്ത് പോകേണ്ടതാണ്. അല്ല എങ്കിൽ എന്താണ്, ഫൈനും പെനാൽറ്റിയൊക്കെ ഈടാക്കാവുന്നതാണ്. ഓക്കെ ആണോ? 2 പോയിന്റ്. ാണ് ആ അബ്രിവേഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും അല്ലെങ്കിൽ വല്ലപ്പോഴും എടുത്ത് നോക്കാനായിട്ട് ശ്രമിക്കാതെ
RCRA എന്ന് പറയുന്നത് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. അതേമാതിരി തന്നെ OSHA ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ആ ഗൈഡ് ലൈനിന്റെ പേരാണ് എന്താ EPA. എന്താണ് EPAയുടെ ഫുൾ ഫോം? എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. ഓക്കെ അല്ലേ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. എന്താ പറയുന്നത്? 2 പോയിന്റ് കഴിഞ്ഞാൽ തേർഡ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. അത് നമ്മൾ കണ്ടിരുന്നതാണ് അല്ലെ? നമ്മൾ ഒരു വില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെപ്പിൽ നമ്മൾ പറയാറുണ്ട്. എന്താണ് നമ്മളുടെ ലൊക്കാലിറ്റിയുടെ എന്തെങ്കിലും പെർമിഷൻ ഒക്കെ വേണമെങ്കിൽ അത് കീപ്പ് ചെയ്യാം അല്ലെ? അത് മസ്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. Hospitals must get the permits from state and local authorities to handle and dispose of unsafe waste, including village waste. അതായത് നമ്മൾക്കറിയാം എന്താണ് ഹോസ്പിറ്റലിന്റെ തന്നെയുള്ള വില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കുമാരങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്കൊന്ന് ഹോസ്പിറ്റലുകാർക്ക് എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ട് തീ കൊടുക്കാനൊന്നും സാധിക്കില്ല. കാരണം കെമിക്കലോ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പെർമിഷനോട് കൂടിയിട്ട് അല്ലെ? പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഫെഡറൽ ആയിട്ടുള്ള ഇതിന്റെയൊക്കെ എന്തെങ്കിലും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് അവരുടെ പെർമിഷനോട് കൂടിയിട്ട് മാത്രമാണ് സംസ്കരണ പരിപാടികളൊക്കെ അതിന്റെ ഒരു വസ്തുക്കളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, സംസ്കരിച്ച് കളയാനായിട്ട് സാധിക്കുകയുള്ളൂ. ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഹെൽത്ത് കെയർ വർക്കേഴ്സ് who manipulate this village waste must get training and certification in dangerous waste management and disposal procedure to ensure compliance with the regulations. അതായത് നമ്മൾ ഉറപ്പാക്കണം അത് ഇത്തരത്തിലുള്ള നിയമ നടപടികളൊക്കെ പാലിച്ചിട്ട് തന്നെയാണ് ഈ സംസ്കരണ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഉറപ്പാക്കണം. പിന്നെ മാത്രമല്ല എന്താ പറയുന്നത്, അവിടെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അല്ലെ? ഈ ഒരു വില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ച് അവിടെ ഇവന്റെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവിടെ ക്ലീൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്തിരിക്കുന്ന ഓരോ പിന്നുകളിൽ തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ? അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്, സർട്ടിഫിക്കേഷൻ, ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. അതായത് അവിടെയുള്ള വർക്കേഴ്സിന് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയമ നടപടിക്രമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എല്ലാ റെഗുലേഷൻസും നിയമ നടപടികൾക്കും വിധേയമായിട്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അങ്ങനെ 2 കാര്യം പറയുന്നുണ്ട്. അവർക്ക് മസ്റ്റായിട്ടും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അവിടെയുള്ള വർക്കേഴ്സിന് കൊടുത്തിരിക്കണം. ഒപ്പം തന്നെ സർട്ടിഫിക്കേഷൻ അല്ലെ? അവിടെ കൃത്യമായിട്ട് തന്നെ നിയമ നടപടികൾക്ക് അനുസൃതമായിട്ടാണ് ഇതെല്ലാം സംസ്കരണ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഓക്കെ, ക്ലിയർ ആണോ? എന്റെ പോയിന്റ് ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം റെക്കോർഡ് കീപ്പിംഗ്. ഇതും നമ്മൾ കണ്ട പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അല്ലെ? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു, അതിന് മുമ്പ് എല്ലാ വില്ലേജ് വേസ്റ്റിലൊക്കെ കണ്ട കാര്യമാണ്. Hospitals must keep records of village waste management activities that includes the documentation of waste, handling and disposal procedures and any follow-up action already taken. അതായത് നമുക്കറിയാം അവിടെ മസ്റ്റായിട്ട് നമ്മുടെ വില്ലേജ് വേസ്റ്റ്
ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താണ് റെക്കോർഡിന്റെ കാര്യം അല്ലെ. നമ്മള് കണ്ടിരുന്നതാണ് എല്ലാ വില്ലേജ് വേസ്റ്റിലും റെക്കോർഡ് കാര്യങ്ങളൊക്കെ അല്ലെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കണ്ടേക്കുന്നതാണ്. അപ്പൊ ഇതിലും അത് തന്നെയാണ് പറയുന്നത്. ഹോസ്പിറ്റൽസ് മസ്റ്റ് കീപ് റെക്കോർഡ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻക്ലൂഡ്സ് documentation of spills, handling and disposal procedures and any follow-up action already taken. അതായത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മാനേജ്മെന്റ് ആക്ടിവിറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വില്ലേജ് വേസ്റ്റ് സംഭവിച്ചു അല്ലെ. നമുക്കറിയാം കൃത്യമായിട്ടുള്ള ടൈമും ഡേറ്റ് ഒക്കെ കൊടുത്തിരിക്കണം. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്തായിരുന്നു. നമുക്കറിയാം കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ മൈനർ ആണോ മേജർ ആണോ അത് തന്നെ അത് നോട്ടിഫൈ ചെയ്യണം. അതനുസരിച്ചിട്ട് മേജർ ആണെങ്കിൽ നമ്മൾ അറിയിക്കേണ്ടവർ എത്രയും പെട്ടെന്നൊക്കെ അറിയിക്കണം അല്ലെ. അപ്പൊ അതേസമയം ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിയമ നടപടിക്രമങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് തന്നെ ഫോളോ അപ്പ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ റെക്കോർഡിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഇൻക്ലൂഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് സ്പിൽസ്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന്റെ വേസ്റ്റുകളെല്ലാം തന്നെ ഇന്ന ബാഗിൽ അല്ലെ ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ഇനി ഫോളോ അല്ലെ ഇൻ കേസ് എന്തെങ്കിലും ലൊക്കാലിറ്റിയുടെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെയൊക്കെ എന്തെങ്കിലും നിയമ നടപടികൾക്ക് അനുസൃതമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതല്ല ഇൻ കേസ് എന്തെങ്കിലും അല്ലെ മിസ്റ്റേക്കുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും എന്തെങ്കിലും നിയമ നടപടികളൊക്കെ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഫോളോ അപ്പ് എടുത്തിട്ടുണ്ടാവും അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം തന്നെ റെക്കോർഡ് കീപ്പിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, രേഖപ്പെടുത്തിയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? പിന്നെ നെക്സ്റ്റ് നമുക്കറിയാം ഇൻസ്പെക്ഷൻ. എന്താണ് നമ്മള് അല്ലെ ഇൻസ്പെക്ഷൻ നടത്താനായിട്ട് കൺസേൺ സ്റ്റാഫിനെ നിയോഗിക്കാമെന്ന് പറഞ്ഞു ഈ റെക്കോർഡ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ. അവിടെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമുക്കറിയാം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ വില്ലേജുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്പെക്ഷൻ നടപടിക്രമങ്ങൾക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരു എവിഡൻസ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെ. റെക്കോർഡ് കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ നോക്കാം. റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീ ഇൻസ്പെക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്. അതായത് നിയമ നടപടികൾക്ക് അനുസൃതമായിട്ടാണോ ഇതെല്ലാം പാലിച്ചു പോകുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ഷൻ ഏജൻസീസ് അത് വരികയാണ് എങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അല്ലെ അനുവദിക്കേണ്ടതുണ്ട്. Hospitals must be ready for these inspections and have a plan in place and rectify any insufficiency identified during the inspection. Okay, നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും ഇൻസഫിഷ്യൻസി അല്ലെ അവിടെ ഏതെങ്കിലും അപര്യാപ്തത ആ ഇൻസ്പെക്ടർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അല്ലെ അത് നമ്മൾ ആക്ഷൻ എടുത്തിട്ട് പരിഹരിക്കാനായിട്ടും ഹോസ്പിറ്റലുകാരെ ബാധ്യസ്ഥരാണ് എന്നുള്ളത്. ഹോസ്പിറ്റൽ മസ്റ്റ് ബി റെഡി ഫോർ these inspections and have a plan in place അല്ലെ. ഇതിന് വേണ്ടിയിട്ട് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം. അത് മാത്രമല്ല have a plan in place to rectify any insufficiency identified during the inspection. ഇൻസ്പെക്ഷൻ ചെയ്യുന്ന അവസരത്തിൽ എന്തെങ്കിലും അല്ലെ മതിയായ രീതിയിലുള്ള എന്തെങ്കിലും അപര്യാപ്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും ബാധ്യസ്ഥരാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പെനാൽറ്റീസ് ഫോർ നോൺ കോംപ്ലിയൻസ് ഹോസ്പിറ്റൽസ് ദാറ്റ് ഫെയിൽ ടു abide by a dangerous waste management regulations may have to face fines, penalties and legal actions. അതായത് നമുക്കറിയാം അല്ലെ കൃത്യമായിട്ടെല്ലാം നിയമ നടപടികളെല്ലാം ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിയമവ്യവസ്ഥകൾക്ക് ആ ഹോസ്പിറ്റലിൽ വിധേയമാകേണ്ടതായിട്ട് വരും അല്ലെ. അവർ ഇത് ചെയ്യേണ്ടതായിട്ട് വരും, ഫൈനുകളോ പെനാൽറ്റിയോ ഒക്കെ അടക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ ആക്ഷൻസ് അല്ലെ. ചിലപ്പോഴെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഫിനാൻഷ്യൽ ബർഡൻ ഇവര് മൂലം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ കോടതി നിർദ്ദേശിക്കും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫൈനുകൾ അത് കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകുന്നില്ല എങ്കിൽ ഫൈനുകളും പെനാൽറ്റീസ് ഒക്കെ എന്തെങ്കിലും ലീഗൽ ആക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ കംപ്ലൈൻസ് വിത്ത് ദ regulatory framework for village waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. Okay, നിങ്ങൾ ആ പോയിന്റ്സ് വരെ ജസ്റ്റ് വായിച്ചു നോക്കുക.
ഓക്കെയാണോ? നോക്കിയോ? ഒരു പാരഗ്രാഫ് കൂടി എടുത്തോണ്ടേ? കുറച്ച് തുടങ്ങിയോ? കുറച്ചല്ലേ ഞാൻ കൂടുതൽ എടുത്തോളൂ. ഓക്കെ, ആ പാരഗ്രാഫ് കൂടി എടുക്കാം. എന്തായാലും ലാസ്റ്റ് പാരഗ്രാഫ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എടുത്തിട്ടില്ലല്ലോ. ICU എടുത്തിട്ടുണ്ടോ ഇവിടെ? എടുത്തിട്ടുണ്ടോ? ഇല്ല തോന്നല്ലേ. നിങ്ങൾക്ക് എടുക്കാത്ത അതായത് ഫസ്റ്റ് സെക്കൻഡ് പേപ്പറിൽ എടുത്താണ്. ഫസ്റ്റ് മൊഡ്യൂളൊക്കെ എടുത്ത് സെക്കൻഡ് മൊഡ്യൂളിൽ എടുക്കാത്ത ചാപ്റ്റർ വെന്റിലേറ്റർ ഇല്ല കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിൽ എടുക്കാത്ത ചാപ്റ്റർ ഏതൊക്കെയാണ്? അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ CSSD എടുത്തോളൂ. അപ്പൊ ആ ചാപ്റ്റർ വഴി നമുക്ക് എടുക്കാം. അത് രണ്ടുമാണ് എടുക്കാനുള്ളൂ. റേഡിയോളജി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ അല്ലെ. ബയോമെഡിക്കൽ ഉണ്ട്, മെഡിക്കൽ ടെർമിനോളജി ഉണ്ട്, ലേബർ റൂമാണ് എടുക്കാനുള്ളത്, ഓർച്ചറി ഉണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഞാൻ സ്പീഡിലാണോ പോണത്? എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോ? സ്പീഡിലല്ല, നിങ്ങൾ ഓക്കെയാണ് അല്ലേ? എവിടെയെങ്കിലും സ്പീഡ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫ് കൂടി പറഞ്ഞു നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ CSSD കൂടി കൊണ്ടുവരും. ഓക്കെ, മോർച്ചറി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ മോർച്ചറി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. എന്താണ്? കംപ്ലൈൻസ് വിത്ത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് ക്രിട്ടിക്കൽ ഫോർ safeguarding the environment and public health and avoiding legal and financial penalties. ഓക്കെ, നമ്മള് എല്ലാം അല്ലെ റെഗുലേറ്ററി ആയിട്ടുള്ള ഫ്രെയിംവർക്ക് പാലിച്ചു പോവുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് അത് പാലിക്കണമെന്ന് പറയുന്നത് സ്പില്ലേജ് വേസ്റ്റ് നല്ല അല്ലെ ഇത്തിരി കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, ഇത്തിരി കൂടി ശ്രദ്ധ വേണ്ട കാര്യമാണ്. കാരണം എന്തുകൊണ്ടാ, ഹെൽത്ത് വർക്കേഴ്സിന് അവിടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ എന്താണ് ലീഗൽ ഇഷ്യൂസ് എന്തെങ്കിലും അല്ലെ, നമുക്കറിയാം എൻവയൺമെന്റിനെയും കൂടി ബാധിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അല്ലെ അവിടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നടത്തിക്കൊണ്ട് തന്നെ പോകേണ്ടതുണ്ട്.
അത് മാത്രമല്ല നമുക്കറിയാം ഇങ്ങനെ നിയമ നടപടികളെല്ലാം പാലിച്ചു പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ ഇഷ്യൂസ് പെനാൽറ്റീസ് ഒക്കെ നമ്മൾ വിധേയമാക്കേണ്ടതായിട്ട് വരും. Hospitals must be up to date on regulations and guidelines, secure the required permits, provide training and certification to healthcare workers, keep accurate records and be prepared for inspections. Okay, അപ്പോൾ എന്താണ് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ മസ്റ്റ് ബി അപ് ടു ഡേറ്റ് ഓൺ റെഗുലേഷൻസ്. നമ്മൾ എന്തായാലും ഹോസ്പിറ്റലുകാർ എന്താണ് മസ്റ്റ് ആയിട്ട് നമ്മൾ നിയമ നടപടികളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകണം. അല്ലെ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു എന്താണ് അപ്ഡേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ ചില പുതിയ പുതിയ നിയമങ്ങളൊക്കെ വരും ഇല്ലേ, എൻവയോൺമെന്റൽ ആയിട്ടുള്ള ചില പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ടുള്ള ചില നിയമ നടപടികളൊക്കെ പുതിയത് ഇംപ്ലിമെന്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ വർക്കേഴ്സിന്റെയും അല്ലെ ലൈഫിനെ അവരുടെ ഹെൽത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ നിയമങ്ങളൊക്കെ വരികയാണെങ്കിൽ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകണം അല്ലെ. അത് നിയമത്തിന്റെ കീഴിൽ എപ്പോഴും അത് ഹോസ്പിറ്റലിൽ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോയില്ല എങ്കിൽ പെനാൽറ്റീസ് ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ പറയാണ് ഹോസ്പിറ്റൽ മസ്റ്റ് ബി അപ് ടു ഡേറ്റ് ഓൺ റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഈ മാനദണ്ഡങ്ങളും ഈ നിയമ നടപടിക്രമങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകണം. ദെൻ സെക്യൂർ ദ റിക്വയർഡ് പെർമിറ്റ്സ്. നമുക്കറിയാം മാലിന്യ സംസ്കരണ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പെർമിഷൻ വേണമെങ്കിൽ അല്ലെ ഇന്ന ഡേയ്സിലോ ഇന്ന സ്ഥലത്തോ ഒക്കെയാണ് മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള പെർമിഷനും അനുമതിയൊക്കെ വേണം. പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ടു ഹെൽത്ത് വർക്കേഴ്സ്. അതായത് നമുക്കറിയാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രെയിനിങ്ങും അവർക്ക് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. കീപ്പ് ആക്യുറേറ്റ് റെക്കോർഡ്സ്. നമുക്കറിയാം ഇന്നുള്ള വില്ലേജ് വേസ്റ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള നടപടികളാണ് എടുത്തിരിക്കുന്നത് അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന റെക്കോർഡ്സ് അവിടെ ഹോസ്പിറ്റലുകാര് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അതിന്റെ പ്രിപ്പയർ ഫോർ ഇൻസ്പെക്ഷൻസ്. അതായത് നമുക്കറിയാം എപ്പോഴും വേണമെങ്കിലും ഇൻസ്പെക്ഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആര് അല്ലെ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റി എപ്പോ വന്നാലും അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. കാരണം നമുക്കറിയാം അവരെ നമുക്ക് തടുക്കാനുള്ള അവകാശം ഹോസ്പിറ്റലുകാർക്ക് ആർക്കും ഇല്ല. ശരിയല്ലേ? ഇൻസ്പെക്ഷന് വരുമ്പോ വരണ്ടാന്ന് പറയാനുള്ള പെർമിഷൻ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അവര് ഇൻസ്പെക്ഷന് വരുമ്പോൾ അതിന് അവൈലബിലിറ്റി ആയിരിക്കണം, അതിന് റെഡി ആയിരിക്കണം. അപ്പൊ അവര് അത് ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മളെല്ലാം ഇതെല്ലാം സേഫ്റ്റി കാര്യങ്ങള് അല്ലെങ്കിൽ വില്ലേജ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബിന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിന് വ്യത്യസ്ത തരത്തിലുള്ള ബിന്നുകളൊക്കെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ലേബലുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തണം. എങ്കിൽ മാത്രമാണ് അവര് വരുമ്പോഴുള്ള ലീഗൽ നടപടിക്രമങ്ങളൊന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിന് കൂടുതൽ കൃത്യമായിട്ട് തന്നെ മൂവ് ചെയ്തു പോകാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, അയച്ചു നോക്കാം. എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ഇൻസ്പെക്ഷൻ ആണോ? ഇൻസ്പെക്ഷൻ പരിശോധനയ്ക്ക് വരിക അല്ലെ, പരിശോധന ഉണ്ടാവും. റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീ ഇൻസ്പെക്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ടു എൻഷുർ കംപ്ലൈൻസ്. അത് ഡൗട്ട് തന്നെയല്ലേ ചോദിച്ചത്? ഓക്കെ. എൻഷുർ കംപ്ലൈൻസ് വിത്ത് ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്. അതായത് നമുക്കറിയാം അല്ലെ മാനേജ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം മാത്രമാണ് ഡേഞ്ചറസ് വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്, അപകടകരമായിട്ടുള്ള വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം അവര് കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്ത ബിന്നുകളൊക്കെ വേണം അത് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ ഇൻ കേസ് എന്താണ് ഇൻസ്പെക്ഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഏജൻസീസ് വരുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അത് തന്നെയാണ് പറയുന്നത് റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീ ഇൻസ്പെക്ഷൻ ഓഫ് ഹോസ്പിറ്റൽ ടു എൻഷുർ. അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അവര് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെ.
അപ്പൊ ഡേഞ്ചറസ് വേസ്റ്റിനെയൊക്കെ ഒരു നിയമ നടപടിക്രമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട് എന്നവര് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു പരിശോധന നടത്തുന്നു. ഹോസ്പിറ്റൽ മസ്റ്റ് ബി റെഡി ഫോർ ദിസ് ഇൻസ്പെക്ഷൻ, അല്ലെ ഈ ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ റെഡി ആയിരിക്കണം. ആൻഡ് ഹാവ് ടു പ്ലേ ഇൻ എ പ്ലേസ് ടു റെക്ടിഫൈ എനി ഇൻസഫിഷ്യൻസി, അല്ലെ. ഓക്കെ, നോക്കാം. അപ്പൊ ഇൻ കേസ് ഇൻസഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ എന്തെങ്കിലും അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് ഇൻഫോം ചെയ്യും, ഇൻസ്പെക്ഷന് വരുന്ന ആളെ ഇൻഫോം ചെയ്യും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യും, അല്ലെ ഹോസ്പിറ്റലിൽ അത് കറക്റ്റ് ചെയ്യും. ഇൻ കേസ് നമുക്കറിയാം സ്കൂളുകളിലാണെങ്കിലും ഇൻസ്പെക്ഷന് വന്നു കഴിയുമ്പോൾ അവരെന്തെങ്കിലും നിർദ്ദേശിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെ തന്നെ, അല്ലെ അവർ കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരുന്നിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് പറയും. ആ ഇൻസ്പെക്ഷന്റെ സമയത്ത് അത് കൃത്യമായിട്ട് തന്നെ റെക്ടിഫൈ ചെയ്യണം, എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. ക്ലിയർ ആയോ? അത് തന്നെയല്ലേ ഏകദേശം പറയുന്ന? അതെ അതെ, ആ കൺക്ലൂഷനിൽ അതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും പോയിന്റ്സ്? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വില്ലേജ് വേസ്റ്റ് ചെയ്തെടുക്കാം, ഒപ്പം CSSDയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഓക്കെ വായിച്ചു നോക്കാം. Thank you, ma'am.